എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൈക്കൽ കാരിക്ക്, വാട്ട് എ മാൻ. മൈക്കൽ കാരിക്ക് എന്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? 4 മാസമായിട്ടുള്ള അങ്ങേര് ഇൻട്രീം മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിര പോസ്റ്റിംഗ് ഇപ്പോഴും കൊടുത്തിട്ടില്ല. താൽക്കാലിക മാനേജർ എന്നുള്ള നിലയിൽ 4 മാസമായി അദ്ദേഹം പണിയെടുക്കുന്നു. അദ്ദേഹത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ കൂടെ കളിച്ച് പരിചയം ഉണ്ടായിരുന്ന ഡാരൻ ഫ്ലെച്ചറിനെ ആയിരുന്നു ഇൻട്രീം മാനേജർ സ്ഥാനം കൊടുത്തത്. പക്ഷേ ക്ലിക്ക് ആവാത്ത കാരണം കൊണ്ട് ജസ്റ്റ് ഒന്ന് മാറി ചിന്തിച്ചു മൈക്കൽ കാരിക്കിന് കൊടുത്തു. ഈ ഡാരൻ ഫ്ലെച്ചറിന് മുമ്പ് ഉണ്ടായിരുന്ന സ്ഥിരം മാനേജറായിരുന്നു റൂബൻ അമോറിം. ഒരു പരസ്യ പ്രസ്താവന ജസ്റ്റ് പൊട്ടിച്ചതേ ഉള്ളൂ. പിറ്റേ ദിവസം റൂബൻ അമോറിമിന്റെ തൊപ്പി തെറിച്ചു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന്. നേരെ ഫ്ലെച്ചർ വരുന്നു, ഫ്ലെച്ചർ ക്ലിക്കായില്ല. പിന്നെ അന്തരീക്ഷത്തിൽ കുറെ പേരുണ്ടായിരുന്നു. ഒല ഉണ്ടായിരുന്നു, സോൾഷ്യർ, പിന്നെ മൈക്കൽ കാരിക്ക് ഉണ്ടായിരുന്നു. 2 പേരുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവർ മൈക്കൽ കാരിക്കിനെ ആ ദൗത്യം ഏൽപ്പിച്ചു. ഇപ്പം 4ാമത്തെ മാസമാണ് മൈക്കൽ കാരിക്ക് ആ ടീമിനെ ഇപ്പോൾ 6ാം സ്ഥാനത്ത് കിടന്നിരുന്ന ടീമാണ് എൻ്റെ അറിവ്. ഇപ്പോൾ ടീം കിടന്നത് 3ാം സ്ഥാനത്താണ്. ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് യുണൈറ്റഡ്. ഇമാതിരി കുറേ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി ഇമ്പ്രൂവ്മെൻ്റ് ആണ് മൈക്കൽ കാരിക്ക് ടീമിൽ കൊണ്ടുവന്നത്. മൈക്കൽ കാരിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കൂടെ കുറേ കപ്പുകളൊക്കെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ DNA എന്താണ്, ആ ജീൻ എന്താണെന്നുള്ളത്. ടോട്ടൽ മെൻറ്റാലിറ്റി ആയിരിക്കും മിക്കവാറും ആൾ മാറ്റിയിട്ടുണ്ടാവുക. അതിൻ്റെ റിസൾട്ട് തന്നെയാണ്. ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞ ക്ലബ്ബാണ്. ഇത് നോർമൽ ക്ലബ്ബ് പോലെ ക്ലബ്ബല്ല. ഇതിന് നല്ലൊരു ഹിസ്റ്ററി ഉണ്ട്. അപ്പം ഇതിൽ കളിക്കുന്നവർ ആ ബാഡിന് വേണ്ടി കളിക്കണമെന്നും മുമ്പ് ഇതിനു വേണ്ടി കളിച്ചവർ ആ ബാഡിന് വേണ്ടി കളിച്ചത് കൊണ്ടാണ് ഇത്രയ്ക്കും ആയതുമെന്നുള്ളൊരു ബോധ്യം കൃത്യമായിട്ട് മൈക്കൽ കാരിക്ക് കളിക്കാർക്ക് ഇൻജക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് പ്രകടനത്തിൽ വ്യക്തമാണ്. ഓക്കെ, മൈക്കൽ കാരിക്ക് ഇപ്പം 4 മാസമായി ഇൻട്രീം മാനേജറായിട്ട് വന്നിട്ട് മൈക്കൽ കാരിക്ക് ഈ 4 മാസത്തിനുള്ളിൽ ചെയ്തെടുത്ത കുറച്ച് റിസൾട്ട് ചെയ്തിട്ട് കിട്ടിയ റിസൾട്ട് ഒന്ന് പറയാം. ഒന്ന്, പെപ് ഗാർഡിയോള ആ സമയത്ത് സിറ്റി 2ാം സ്ഥാനത്തായിരുന്നു. ഇപ്പോൾ 2ാം സ്ഥാനത്താണ് കളിക്കും. 1ാം സ്ഥാനത്ത് കയറുന്നു. പെപ് ഗാർഡിയോള മാഞ്ചസ്റ്റർ സിറ്റിനെ മാഞ്ചസ്റ്റർ ഡെർബിയിൽ ഓൾഡ് ട്രാഫോർഡിൽ വെച്ച് 2-0 തോൽപ്പിച്ചു. ഞാനും ആ കളി കാണാൻ പോയിരുന്നു. അങ്ങ് അലക്സ് ഫെർഗ്യൂസൺ സ്റ്റാൻഡിൽ ഇരുന്നിട്ട് ഞാനും എൻ്റെ ഭാര്യയും കൂട്ട കളി കണ്ടിരുന്നു. അതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റാതെ ഞാൻ ആഡ് ചെയ്യാം. അങ്ങ് അലക്സ് ഫെർഗ്യൂസൺ സ്റ്റാൻഡിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ ആ കളി കണ്ടത് മാഞ്ചസ്റ്ററിൽ പോയിട്ട്. നല്ലൊരു അനുഭവമായിരുന്നു, നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇനി ഒരു പ്രാവശ്യം കൂടി പോകുന്ന എനിക്ക് ആഗ്രഹമുണ്ട്. സന്ദർഭം ദൈവം അനുവദിക്കുകയാണെങ്കിൽ പോവാം. 2-0 തോൽപ്പിച്ചു. ഇൻട്രീം മാനേജറായിട്ട് ഏറ്റെടുത്തേണ്ട 2ാമത്തെ കളിയാണ് ആലോചിക്കണം. അത് അടുത്തത് ആഴ്സണൽ, പ്രീമിയർ ലീഗിന്റെ ഫസ്റ്റ് പ്ലേസ് ഇരിക്കുന്ന ആഴ്സണൽ. അന്നും ആഴ്സണൽ 1ാമതായിരുന്നു, ഇന്ന് 1ാമതാണ്. ഇടയ്ക്കൊന്നും 2ാമത്തെ ചാടി ഉണ്ടായിരുന്നു. സിറ്റി 1ാമതായിരുന്നു. അന്ന് 1ാമതായിരുന്ന ആഴ്സണലിന്റെ തട്ടകമായ എമിറേറ്റ്സിൽ പോയിട്ട് 3-2 തോൽപ്പിച്ചു. മത്യാസ് കുഞ്ഞയുടെ ആ ഡാൻസൊക്കെ നമ്മൾ കണ്ടതാണ്. 3-2 തോൽപ്പിച്ചു. പിന്നെ ഉനായ് എമറിയുടെ ആസ്റ്റൺ വില്ലയെ തോൽപ്പിക്കുന്നു. റൊസേനിയറിന്റെ ചെൽസിയെ 1-0 തോൽപ്പിക്കുന്നു. ഇപ്പൊ ഇതാ ആർനെ സ്ലോട്ടിന്റെ ലിവർപൂളിനെയും ഇത് 3-2 സ്കോറിനെ ഓൾഡ് ട്രാഫോർഡിൽ തോൽപ്പിക്കുന്നു. ഇമാതിരി റിസൾട്ടാണ് അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആഴ്സണല്, മാഞ്ചസ്റ്റർ സിറ്റി, ചെൽസി, ആസ്റ്റൺ വില്ല, ലിവർപൂൾ, ഇമാതിരി ടോപ്പ് ടീമുകളെയൊക്കെ അട്ടിമറിക്കാൻ മൈക്കൽ കാരിക്കിനെ പറ്റിയിട്ടുണ്ട്. ഇദ്ദേഹം കുറേ നാൾ മുമ്പ് ഇതുപോലെ ഒരു കുറച്ച് 5 കളിയും കിട്ടി ഇൻട്രീം മാനേജർ ആയിരുന്നപ്പോൾ ഇമാതിരി ആഴ്സണലിനെ പണി കൊടുത്തിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മിക്കണം. അതേ പരിപാടി ഇപ്പോൾ ആൾ തുറന്നിട്ടുണ്ട്. എന്താ നല്ല റെക്കോർഡാണ് ആൾക്കുള്ളത്. ഇനി ആളേനെ ഇതിൽ സ്ഥിരമായിട്ട് നിർത്തുമോ അതോ ആളേനെ ഗെറ്റ് ഔട്ട് അടിക്കുമോ അതോ അറിയില്ല. കാരണം വേൾഡ് കപ്പ് വരികയാണ്. വേൾഡ് കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ മാനേജർമാരൊക്കെ ഇതിപ്പോൾ ഫ്രീ ആയിട്ട് വെക്കും. അപ്പോൾ വേൾഡ് ക്ലാസ് മാനേജർമാരൊക്കെ ചിലപ്പോൾ നിക്കിൾസ്മാൻ പോലെയുള്ള മാനേജർമാരൊക്കെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഇദ്ദേഹത്തെ തടയാനുള്ള സാധ്യതയുണ്ട്. ഇദ്ദേഹത്തിന് മൈക്കൽ കാരിക്കിന് ഇപ്പോൾ ഫുൾ ടൈം കോൺട്രാക്ട് കൊടുത്താൽ ഞാൻ അതിശയിക്കുന്നില്ല. കാരണം ആൾ മാതിരി കളി ഷോർട്ട് ടൈമിൽ എന്ന് പറഞ്ഞാൽ കാഴ്ച വെച്ചിട്ടുണ്ട് പ്രകടനം. അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു സ്റ്റാർട്ട് ഇതാണ്. പിന്നെ ഒരു സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇദ്ദേഹത്തിന് അവകാശപ്പെട്ടതല്ല, പകുതി മാത്രം ഇദ്ദേഹത്തിന് അവകാശപ്പെട്ടിട്ടുള്ളൂ. ഈ സീസണിൽ ലിവർപൂളിനെ ഹോം ഗ്രൗണ്ടിലും എവേ ഗ്രൗണ്ടിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിച്ചിട്ടുണ്ട്. അതിൽ ഹോം ഗ്രൗണ്ടിൽ മത്സരമാണ് ഇപ്പോൾ മൈക്കൽ കാരിക്ക് നിയന്ത്രിച്ചത്. പക്ഷേ ഈവൻ എവേ മത്സരത്തിലും ലിവർപൂളിനെ ഈ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഗുണം കൂടി ഈ സീസണിൽ ഉണ്ടായിട്ടുണ്ട്. എനിവേ മൈക്കൽ കാരിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് കാര്യമായിട്ടുള്ള പണി തന്നെ എടുത്തിട്ടുണ്ട്. ആ മെൻറ്റാലിറ്റി കളിക്കാർ ഓൾമോസ്റ്റ് സെയിം തന്നെ, പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളൊന്നും കളിക്കാരെ വരുത്തിയിട്ടില്ല. പക്ഷേ ആ മെൻറ്റാലിറ്റി എന്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നുള്ള ആ കാര്യം കൃത്യമായിട്ട് മൈക്കൽ കാരിക്ക് ഇൻജക്ട് ചെയ്തിട്ടുണ്ട്.